ഇറ്റ്സ് ഷക്പാവത്തിലാവും രുചിയാகவும் ആരോഗ്യമാവും. പവർ ബൂസ്റ്റർ ചട്നി, കിടിലമായിട്ടുള്ള ചട്നി. ഇത് സാധാരണമായിട്ടുള്ള തേങ്ങാ ചട്നിയിലോ ഇല്ല തക്കാളി ചട്നിയിലോ കിട്ടാത്ത ഒരു വളരെ ടേസ്റ്റാണ്. ഇത് ദോശയിനും കൂടെയോ ചപ്പാത്തിനും കൂടെയോ ഇല്ലെങ്കിൽ ഇഡ്ഡലിനും കൂടെയോ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ ഞാൻ കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങക്കായ ഞാൻ 20 രൂപയാണ് വാങ്ങിച്ചതാണ്. ഈ മുരിങ്ങക്കായ ആദ്യം ഞാൻ കട്ട് ചെയ്ത് വിസിലിട്ടിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ട്. അതിനുശേഷം അതിൻ്റെ ഫ്ലക്സ് മാത്രം എടുത്തിട്ടുണ്ട്. ഫ്ലക്ഷൊക്കെ എടുത്ത ശേഷം അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മിക്സി ജാറിലോട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ശരി, ആദ്യം ഒരു കടായി എടുക്കാം. കടായി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ശേഷം എണ്ണ ചൂടായ ശേഷം അതിൽ തന്നെ പട്ട ഗ്രാമ്പൊക്കെ അരച്ച് വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്ത് മസാല നന്നായിട്ട് ഒരു സ്മെല്ല് വാസന വരുന്ന ശേഷം കുറച്ച് സവാള അരിഞ്ഞ് ഇടാം. സവാള ഇട്ട ശേഷം കുറച്ച് തക്കാളി, ഒരു തക്കാളി മതി. തക്കാളി നന്നായിട്ട് വതങ്ങി വരണമെങ്കിൽ കുറച്ച് സോൾട്ട്, ചില്ലി പൗഡർ, പിന്നെ കോറിയൻഡർ പൗഡർ, പിന്നെ മഞ്ഞൾത്തൂൾ, ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, കുറച്ച് വെന്തയം, പിന്നെ കറി ലീഫ്, ഇതൊക്കെ ആഡ് ചെയ്യണം. മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അത് അതിലോട്ട് മിക്സ് ചെയ്ത് ആ ഗ്രേവിന് ടേസ്റ്റ് വളരെ നന്നായിട്ടിരിക്കും. പിന്നെ ഈ കറി ലീഫ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അത് എങ്ങനെയാണ് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് കറി ലീഫ് വാങ്ങിയിട്ടുണ്ട്. ചില നമ്മൾ വീട്ടിലടുത്തുള്ളത് നമ്മൾ പറിച്ച് വെച്ചിരിക്കും. അത് ഒരുപാട് ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചിരുന്നാൽ അത് ഇല്ലാതായി പോവും. അതുകൊണ്ട് അത് നന്നായിട്ട് വറുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരിക്കും. സോ അത് കുറച്ച് ഞാൻ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരും. ആ വെള്ളമൊക്കെ തീർന്ന ശേഷം അതിൽ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ടല്ലേ മുരിങ്ങക്കായൻ്റെ പേസ്റ്റ്, അത് ഇതിന് കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കിണ്ടിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കൊതിപ്പിച്ചിട്ട് വന്ന ശേഷം വരട്ടെ. സൈഡിലോട്ട് നമ്മൾ ഡ്രം സ്റ്റിക്കൊക്കെ നമ്മൾ വേവ് വെച്ചിട്ടുണ്ടല്ലേ കുക്കറിൽ, അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അല്ലേ. അത് നമ്മൾ വെറുതെ കീഴിലോട്ട് കളയരുത്. അതിൽ തന്നെ കിടിലമായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാം. അതിൽ ഗാർലിക്ക്, കുറച്ച് ഉപ്പ്, പെപ്പർ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് 2 കപ്പിൽ കോറിയൻഡർ ലീഫ് ഇട്ടിട്ട് ഡ്രം സ്റ്റിക്ക് സൂപ്പും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. കോറിയൻഡർ ലീഫ് ഇട്ട് ഇറക്കിയാലേ മതി. എന്താ ഒരു മണം! എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. വീട്ടിൽ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ്.